രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ തുടരും. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യഹർജിയിൽ വിധി പറയുന്നത് കോടതി ശനിയാഴ്ചത്തേക്ക് മാറ്റി. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, ഈ ജാമ്യഹർജിയിൽ വാദം പൂർത്തിയായി, വിധി പറയുന്നത് ശനിയാഴ്ചയാണ് അല്ലേ, മറ്റന്നാൾ? തീർച്ചയായും ശരത്, രീതിയിൽ തന്നെയാണ് പത്തനംതിട്ട കോടതി നിലവിൽ ഇന്നിപ്പോൾ ഈ ജാമ്യഹർജി പരിഗണിച്ചതിന് ശേഷം പ്രതിഭാഗത്തിന്റെയും വാദിഭാഗത്തിന്റെയും വാദം കേൾക്കുകയായിരുന്നു. വാദം പൂർത്തിയായ സാഹചര്യത്തിലാണ് ജാമ്യഹർജിയിൽ വിധി പറയുന്നതിന് വേണ്ടി ശനിയാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നത്. നിലവിൽ ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് ജാമ്യം നൽകാൻ പാടില്ല എന്നുള്ള കാര്യം തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. അതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിച്ചത് ഈ പ്രതി ഈ അതിജീവിതയെ ഭീഷണിപ്പെടുത്താനുള്ള എല്ലാ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്, ഒപ്പം തന്നെ തെളിവ് നശിപ്പിക്കാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്നുള്ള കാര്യമാണ്. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ മൊഴിയടക്കം അഭിഭാഷകൻ കോടതിയിൽ വായിക്കുകയും ചെയ്തു. പരാതിക്കാരി വാട്സ്ആപ്പ് സന്ദേശം അയച്ച് രാഹുലിനെ പരിചയപ്പെടുകയായിരുന്നതടക്കമുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പൂർണ്ണമായും കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ വിവാഹേതര ബന്ധം എന്ന് പറയുന്നത് രാജ്യത്ത് ഒരു കുറ്റകരം ആണ് എന്ന തരത്തിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ, അതായത് ആ പെൺകുട്ടിയെ മോശക്കാരിയാക്കുന്നതിന് വേണ്ടി അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും നടന്നിരുന്നു. അതിനെ പൂർണ്ണമായും എതിർക്കുന്ന നിലപാട് അത് പ്രോസിക്യൂഷൻ സ്വീകരിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ആ പെൺകുട്ടിയെ അധിക്ഷേപിക്കുന്ന നിലപാട് രാഹുലിന്റെ സുഹൃത്തുക്കളടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെ സ്വീകരിച്ചിരുന്നു എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തു. ഏതായാലും വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം പൂർത്തിയായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വിധി പറയുന്നതിന് വേണ്ടി കേസ് മാറ്റിയിരിക്കുന്നത്. ശരി, ഷീജയാണ് വിവരങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.